കേരളത്തിൽ കഴിഞ്ഞ ഏപ്രിൽ 6 15ാമത് കേരള നിയമസഭയിലേക്ക് 140 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. COVID-19 എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിലും ഈ തിരഞ്ഞെടുപ്പിനെ വളരെ ആവേശത്തോടെ ജനങ്ങൾ സ്വീകരിക്കുകയും ഏതാണ്ട് 70% ശരാശരി വോട്ട് രേഖപ്പെടുത്തി ജനങ്ങൾ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുകയും ചെയ്തു. മെയ് 2 നടന്ന വോട്ടെണ്ണലിൽ LDF 99 സീറ്റ് നേടി വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും തർക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. 500 പേരെ ഉൾപ്പെടുത്തി സത്യപ്രതിജ്ഞ നടത്തുന്നതിനെതിരെ നിരവധി ആളുകൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് ഈ തർക്കത്തെക്കുറിച്ചല്ല. എങ്ങനെയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്, എങ്ങനെയാണ് മന്ത്രിസഭ രൂപീകരിക്കപ്പെടുന്നത്, എന്താണ് ലെജിസ്ലേച്ചർ, അതിൻ്റെ ധർമ്മം എന്താണ്, എക്സിക്യൂട്ടീവ് എന്നാൽ ആരാണ്, എന്താണ് എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകാനിടയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനാണ് KS മെന്റർ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. തിരഞ്ഞെടുപ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുകൂടി അറിയേണ്ടതുണ്ട്. ആർട്ടിക്കിൾ 324 പ്രകാരം ഭരണഘടനാ പദവിയുള്ള സ്വതന്ത്രമായ ഒരു സംവിധാനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകുന്നതും ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓരോ സംസ്ഥാനത്തും അവരുടെ പ്രതിനിധികളെ നിയമിച്ചിട്ടുണ്ട്. ഈ പ്രതിനിധിയെ നമ്മൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് വിളിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ആണ്. ഇനി ആ സംസ്ഥാനത്തെ ഓരോ ജില്ലകളിലും ആ ജില്ലകളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം വഹിക്കാൻ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഇലക്ടറൽ ഓഫീസേഴ്സ് ഉണ്ട്. സ്വാഭാവികമായും അതാത് ജില്ലകളിലെ കളക്ടർമാരാണ് ഈ ഡിസ്ട്രിക്ട് ഇലക്ടറൽ ഓഫീസേഴ്സായി പ്രവർത്തിക്കുന്നത്. അടുത്ത വിഭാഗം ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസേഴ്സ് ആണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇവരാണ്. പൊതുവെ തഹസീൽദാർ പദവിയിലുള്ള ഒരാളാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറായി പ്രവർത്തിക്കുക. ഇനി നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള ഒരു പേരാണ് റിട്ടേണിംഗ് ഓഫീസർ എന്നത്. സംസ്ഥാനത്തെ ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും അതിൻ്റെ ചുമതലയുള്ള ആളെയാണ് നമ്മൾ റിട്ടേണിംഗ് ഓഫീസർ എന്ന് വിളിക്കുന്നത്. ഈ റിട്ടേണിംഗ് ഓഫീസർമാരാണ് സ്ഥാനാർത്ഥികളിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക വാങ്ങിക്കുന്നത്. ഇനി നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്ന സ്ഥലം, അതായത് നമ്മുടെ ബൂത്ത്, അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഓഫീസറിനെയാണ് നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് ഒരു ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. വോട്ടെണ്ണൽ നടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമുക്കേതാണ്ട് കൃത്യമായി അറിയാം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി വോട്ടെടുപ്പ് നടക്കുന്നത് ഏത് ദിവസമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഈ പ്രഖ്യാപനത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. ശേഷം മുന്നണികൾ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നു. തുടർന്ന് വോട്ടെടുപ്പ് നടക്കുന്നു. കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് 140 പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ വിജയിക്കുന്ന അല്ലെങ്കിൽ സീറ്റ് ലഭിക്കുന്ന മുന്നണി വിജയിച്ചതായി പ്രഖ്യാപിക്കപ്പെടുന്നു. തുടർന്ന് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഗവർണർക്ക് രാജി സമർപ്പിക്കുന്നു. ശേഷം ഗവർണർ ആ രാജി സ്വീകരിക്കുകയും ആ സർക്കാരിനെ ഒരു കാവൽ സർക്കാരായി തുടരാൻ അനുമതി നൽകുകയും ചെയ്യുന്നു. അത് പുതിയ സർക്കാർ അല്ലെങ്കിൽ മന്ത്രിസഭ സ്ഥാപിക്കപ്പെടുന്നത് വരെ തുടരും. ഭരിക്കുന്ന പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിലെത്തിയാലും ആ സർക്കാർ രാജി ഗവർണർക്ക് സമർപ്പിച്ചതിന് ശേഷം പുതിയ സർക്കാർ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഭരണഘടന അനുസരിച്ച് ഒരു തവണ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിൻ്റെ ഔദ്യോഗിക കാലാവധി എന്നത് 5 വർഷമാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരു കാവൽ മന്ത്രിസഭയാണ് ഉള്ളത്. ഇനി നടക്കാനിരിക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മാത്രമാണ് പുതിയ സർക്കാർ അധികാരത്തിൽ പ്രവേശിക്കുന്നത്. ഇനി വോട്ടെടുപ്പിന് ശേഷം എന്താണ് നടക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ വോട്ടെണ്ണൽ നടത്തി 140 മണ്ഡലങ്ങളിൽ വിജയിച്ച ആളുകളെ കണ്ടെത്തുന്നു. ഇവരെ നമ്മൾ MLA അല്ലെങ്കിൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് വിളിക്കുന്നു. ഇവർ തുടർന്ന് വരാൻ പോകുന്ന നിയമസഭയിലെ അംഗങ്ങളായി മാറുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കുന്ന മുന്നണി അല്ലെങ്കിൽ പാർട്ടി വിജയിച്ചതായി ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നു. തുടർന്ന് സംസ്ഥാന ഗവർണർ ആ പാർട്ടിയുടെ തലവനെ സർക്കാരുണ്ടാക്കാൻ ക്ഷണിക്കുന്നു. ഇങ്ങനെ ഭൂരിപക്ഷം നേടി ഭരണത്തിലെത്തുന്ന രീതിയെ നമ്മൾ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് ഇലക്ട്രൽ സിസ്റ്റം എന്ന് വിളിക്കുന്നു. തുടർന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ആളുകളെ വിവിധ വകുപ്പുകളുടെ മന്ത്രിമാരായി ഗവർണർ നിയോഗിക്കുന്നു. ഗവർണറുടെ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ഇവർ അധികാരമേൽക്കുന്നു. പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്ന 3 വാക്കുകളാണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ജുഡീഷ്യറി എന്നതാണ്. ആദ്യമായി എന്താണ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി? തിരഞ്ഞെടുക്കപ്പെട്ട MLA മാർ ഒരുമിച്ചുകൂടി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ നിയമസഭ എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിയമനിർമ്മാണമാണ് ഒരു നിയമസഭ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിന്റെ സുപ്രധാനമായ കർത്തവ്യം. നമ്മുടെ ഭരണഘടന
സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്ന ഒരു അടിസ്ഥാനപരമായ തത്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ 3 വിഭാഗങ്ങളാണുള്ളത്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അതിലൊന്നാണ് നമ്മളിപ്പോൾ സംസാരിച്ച ലെജിസ്ലേച്ചർ. നിയമങ്ങൾ പാസ്സാക്കാനും നിയമങ്ങൾ റദ്ദ് ചെയ്യുവാനുമുള്ള അധികാരം ലെജിസ്ലേച്ചറിനാണ് നൽകിയിരിക്കുന്നത്. ശരിക്കും നമ്മുടെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ ലെജിസ്ലേച്ചറിൽ നിന്ന് തന്നെയാണ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മന്ത്രിസഭ ഫോം ചെയ്യുന്നത്. ഈ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയെയാണ് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയാണ് അടിസ്ഥാനപരമായി നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ് തന്നെ എക്സിക്യൂട്ടീവായി മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. അതായത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ട് എങ്കിലും ആ സെപ്പറേഷൻ അത്രത്തോളം ശക്തമല്ല എന്ന് കാണാൻ സാധിക്കും. ഇനി എന്താണ് എക്സിക്യൂട്ടീവ്? എക്സിക്യൂട്ടീവ് എന്നത് ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ അധികാരമുള്ള അല്ലെങ്കിൽ ചെയ്യാൻ ബാധ്യതയുള്ള ഒരു സംവിധാനമാണ്. സംസ്ഥാനത്തെ ദൈനംദിന ഭരണം നിർവഹിക്കുന്നത് ഈ എക്സിക്യൂട്ടീവാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിസഭ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അവരെ സഹായിക്കാനായിട്ടുള്ള ബ്യൂറോക്രസി തുടങ്ങിയ സംവിധാനങ്ങൾ ഈ എക്സിക്യൂട്ടീവിനുള്ളിൽ വരുന്നതാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എക്സിക്യൂട്ടീവിന് ലെജിസ്ലേച്ചറിനോട് ഉത്തരവാദിത്വമുണ്ട്. ഇനി എന്താണ് ജുഡീഷ്യറി? ലെജിസ്ലേച്ചർ പാസ്സാക്കി എക്സിക്യൂട്ടീവ് നടപ്പാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള അധികാരം ജുഡീഷ്യറി അല്ലെങ്കിൽ കോടതിക്കാണ് ഉള്ളത്. നിയമങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനും അതിന്മേലുണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതും ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറിയിൽ അവസാനത്തെ തീരുമാനമെടുക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കാണ്. സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ അത് സാധാരണഗതിയിൽ ഹൈക്കോടതിക്കാണ്. എന്നാൽ ചില തർക്കങ്ങൾ സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനും സാധിക്കും. ഇക്കഴിഞ്ഞ മറാത്ത സംവരണ കേസ്, മഹാരാഷ്ട്ര ഗവൺമെന്റ് പാസാക്കിയ ഒരു നിയമത്തിൽ സുപ്രീം കോടതി അന്തിമ വിധി പറഞ്ഞത് ഇതിന്റെ ഉദാഹരണമാണ്. ഇനി കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം എങ്ങനെയാണ്? നമുക്കറിയാം, കേരളത്തിൽ മുന്നണി സംവിധാനമാണ് നിലവിലുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ട മുന്നണി അവരുടെ മുന്നണിയിലെ സകല പാർട്ടികളുമായിട്ടും ഉള്ള കൂടിയാലോചനകൾക്ക് ശേഷം മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും തീരുമാനിക്കുന്നു. തുടർന്ന് ഗവർണർ മുഖ്യമന്ത്രിയെ സർക്കാരുണ്ടാക്കാൻ ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് മറ്റു മന്ത്രിമാരെയും ഗവർണർ നിയോഗിക്കുന്നു. തുടർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വെച്ച് ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചൊല്ലി ഇവർ അധികാരം ഏറ്റെടുക്കുന്നു. ഈ സത്യപ്രതിജ്ഞയെ ഓത്ത് ഓഫ് ഓഫീസ് അല്ലെങ്കിൽ ഓത്ത് ഓഫ് സീക്രസി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് വോട്ടെടുപ്പിന് ശേഷം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിവയെക്കുറിച്ചും ഒരു ധാരണ ലഭിച്ചതായി കരുതുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.